യെസ്, നമ്മൾ അടിപൊളിയായിട്ട് ഇതാ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓരോ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഇന്റഗ്രേഷൻ ഉദ്ഗ്രഥിതം എന്ന് പറയുന്നത് 3 ദിവസങ്ങളിലായിട്ട് ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഒരു വലിയ എക്സാം തന്നെയായിരിക്കും. സോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ചോദ്യവും ഉത്തരവും പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: സസ്യങ്ങളെ കൂട്ടങ്ങളാക്കി എഴുതൂ അല്ലെ. സസ്യങ്ങളെ എന്ത് ചെയ്യണം? നമ്മള് കൂട്ടങ്ങളാക്കിയിട്ട് മാറ്റി എഴുതണം. നമുക്കിവിടെ ഒരു ബോക്സിൽ ഒരുപാട് സസ്യങ്ങൾ, ഒരുപാട് ചെടികളുടെ പേര് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ചെടികൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. പലതും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പച്ചക്കറികൾ ഉണ്ടാവും അതിനകത്ത്, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ. പൂക്കളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ, നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിയുന്ന പൂക്കളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഔഷധത്തിന് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഇവയെ തരംതിരിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആദ്യം നമ്മുടെ ചോദ്യത്തിലുള്ള ചെടികളുടെ പേരൊന്ന് നമുക്ക് വായിക്കാം. ഓരോന്നായിട്ട് നോക്കുന്ന സമയത്ത് തുളസി, കറിവേപ്പ്, ചെമ്പരത്തി, മുല്ല, തുമ്പ, ഇഞ്ചി, റോസ്, ജമന്തി, വഴുതന, പയർ, ചീര, വേപ്പ്, മത്തൻ, മുരിങ്ങ, കറ്റാർ വാഴ. ഇത്രയും സസ്യങ്ങൾ ഇതാ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവയെ ഇതിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ തരംതിരിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. വീട്ടില് പൂക്കൾ അല്ലെ, പൂക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ, പൂന്തോട്ടത്തിലൊക്കെ കാണുന്ന സസ്യങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഔഷധത്തിന് വേണ്ടിയിട്ടുള്ള സസ്യങ്ങളെയും നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ 3 ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്, ഔഷധത്തിന് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ പൂക്കൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഓരോന്നിനെ ആയിട്ട് നമുക്ക് നോക്കാം അല്ലെ. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ദാ ഇവിടെ നമ്മുടെ പയർ, ചീര, മത്തൻ, കറിവേപ്പ്, മുരിങ്ങ, വഴുതന, ഇഞ്ചി, ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കറിയൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെ, പച്ചക്കറികളുടെ കൂട്ടത്തിലൊക്കെ ഇവരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാൻ പറ്റും. ഇനി അടുത്തത് ഔഷധത്തിന് ഉപയോഗിക്കുന്ന ആളുകളാ. ഔഷധം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തുളസി, വേപ്പ്, കറ്റാർ വാഴ, ഇതൊക്കെ നിങ്ങൾ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും. കറ്റാർ വാഴയൊക്കെ ഇപ്പൊ നമ്മൾ നട്ട് വളർത്താറുണ്ട്, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. തുളസി ആണെങ്കിലും നമുക്കറിയാം അല്ലെ, ഔഷധമാണ്, പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. വേപ്പും അത് തന്നെയാണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഔഷധങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തി അല്ലെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൂക്കളാണ്. പൂക്കൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ ചെമ്പരത്തി, മുല്ല, തുമ്പ, ജമന്തി, റോസ്, ഇവയൊക്കെ ഇവിടെ വരുന്ന പൂക്കളിൽ വരുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇങ്ങനെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ മക്കൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. മക്കള് ഇനി പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ പേരുകളൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. ഈ പേരുകളിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട്, നമ്മളിപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാണുന്ന രീതിയിൽ പട്ടികപ്പെടുത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. മക്കൾ എന്തായാലും എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. നമുക്ക് അക്ഷരത്തെറ്റുകൾ ഒന്നും കൂടാതെ പരീക്ഷാ പേപ്പറിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ പഠിച്ചു, നിങ്ങൾക്ക് അറിയാം ഭക്ഷണത്തിന് ഇവരൊക്കെയാണ്, ഔഷധത്തിന് ഇവരൊക്കെയാണ്, പൂക്കൾ ഇവരൊക്കെയാണെന്ന് മക്കൾക്ക് അറിയാം. അപ്പൊ അത് നോക്കി അതേപോലെ എഴുതാനും കൂടെ നമുക്ക് പറ്റണം അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? എഴുതി തന്നെ പഠിക്കുക. നമുക്ക് ഇനിയും കുറെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടടാ എക്സാം ആവുമ്പോഴേക്ക്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.